പക്ഷെ ഇപ്പൊ വരാൻ പറ്റിയ സമയമാണ് ഇവിടെ. ഓ എൻ്റെ മോനെ, അടിപൊളി കോടയൊക്കെ കിടക്കുന്നുണ്ട് മൊത്തത്തില്. എന്ത് എവിടെ ആണോ നടത്തണോ ഇവിടെ? എൻ്റെ മോനെ, ഇതൊരു വ്യൂ പോയിന്റ് ആയിരുന്നല്ലേ അല്ലേ? കിട്ടിലും വ്യൂ അവിടെയൊക്കെ. ആഹാ. സോ ഗൈസ്, നമ്മളിപ്പോൾ ആതിരപ്പള്ളി വഴി മലക്കപ്പാറയ്ക്ക് പോവുകയാണ്. നമ്മുടെ കൂടെ ബിനു ഉണ്ട്, നമ്മുടെ ബൈക്ക് ഉണ്ട്, നല്ല സ്ഥലമുണ്ട്. കമോൺ, കിടിലും വ്യൂ അല്ലേ? വഴിയൊക്കെ നോക്കി. ഓ സെറ്റ്. കൊണ്ട് നിർത്താം. എൻ്റെ മോനെ അല്ലേ, കിടിലും വ്യൂ അവിടെയൊക്കെ. അടിപൊളി. മേളിൽ മൊത്തം കോട കയറി കിടക്കുന്ന നോക്കി. അങ്ങനെ ഫോട്ടോ എടുത്തെടുത്ത് പോവാം. കൊള്ളാല്ലേ? ആനയുണ്ട്, ആനപ്പിണ്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മള്. ഫ്രഷ് പിണ്ടം. അതെ, സൺറൈസ് അവിടുന്ന് വരുമ്പോഴാണെങ്കിൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. പക്ഷെ ഇപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ട് കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷെ അടിപൊളി വ്യൂ ആണല്ലോ. ആനപ്പിണ്ടം ചതഞ്ഞ് കിടക്കുന്നു ഇവിടെ താഴെ. അതല്ലേ, അവിടെ പോയി ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ 2 ചെക്ക് പോസ്റ്റ് ഉണ്ടോ? നമ്മൾ കുറച്ചും പറഞ്ഞം കണ്ടായിരുന്നല്ലോ. ചോദിച്ചു നോക്കി. സാറേ, ആതിരപ്പള്ളി പോകാനായിട്ട് അതുവഴിയാണല്ലേ? മലക്കപ്പാറ ആ വഴി തന്നെ അല്ലേ? ആ ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ അങ്ങോട്ടാ പോണ്ടേ? ആ കാറുകാർ നിർത്തിയിട്ട് എനിക്കൊന്ന് മാപ്പ് നോക്കിയതായിരിക്കും. നമുക്ക് ചോദിച്ചു പോവാം. അടിപൊളി. സോറേ, ഓറ പിന്നെയും പോയി. നല്ല ഫോട്ടോ കിട്ടുമല്ലേ അവിടെ? കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റി നിർത്തണോ? കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റി നിർത്താം. പാർക്കിംഗ് ഏരിയ പിടിക്കുമോ പോലീസുകാർ? ആഹാ, കൊള്ളാല്ലേ? പോലീസുകാരാണോ അല്ലോ? മുന്നറിയിപ്പ്. നമ്മളിങ്ങനെ തിരിഞ്ഞു വരുമ്പോഴത്തേക്കും ഒരാന ഫ്രണ്ടില്. ആനനെ പറഞ്ഞ് മനസ്സിലാക്കും പാപ്പാനായിട്ട് വരാന്നാ. പോടാ. ശരിക്കും ആനയൊക്കെ വന്ന് എന്ത് ചെയ്യൂടാ? ശരിക്കും ഇങ്ങനെ ആന വന്ന് എന്ത് ചെയ്യും? കൊള്ളാം. കൊറേ ആനയുടെ ബോർഡുണ്ടല്ലോ എല്ലായിടത്തും. എന്തോ ഒരു ബോർഡ്. അതെ, ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. കണ്ണൻകുഴി പാലം അല്ലേ? ഹമ്പുണ്ടോ? പാലം കൊള്ളല്ലോ. ഗായ്സ്, നമ്മുടെ പെട്രോൾ ഏകദേശം തീരാറായി. നമുക്കിത് ഫില്ല് ചെയ്തിട്ട് പോവാം. ഇല്ലെങ്കിൽ വേറെ പമ്പൊന്നും കാണിയല്ലോ ഇവിടെ. ഫുൾ ടാങ്ക് അടിച്ചാലോ? അടിക്കണോ? 500 അടിക്കണോ? പോവാല്ലേ? ഓ, മഴ പെയ്യുന്നുണ്ടല്ലോ. അടിപൊളി മഴ പെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് കിട്ടിയ കാലാവസ്ഥ കൊള്ളാം. നല്ല അടിപൊളി മഴയാണ്. ഈ ഒരു കാലാവസ്ഥയിൽ ആതിരപ്പള്ളി പറഞ്ഞത് ഒരുപാട് നാളായിട്ട് ഉള്ള പ്ലാനായിരുന്നു. ഇപ്പോഴാണത് നടന്നത്. ഫൈനലി നമുക്ക് നല്ല പെർഫെക്റ്റ് കാലാവസ്ഥയും കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മളും ഹാപ്പി. വണ്ടിയും ഫുൾ ടാങ്ക് അടിച്ച് വണ്ടിയും ഹാപ്പി. ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടോ അവിടെ? നിർത്തണോ? വേണ്ടല്ലേ? എന്ത്? എവിടെ ആണോ? നിർത്തണോ? അവിടെയല്ലേ? അതവിടെയല്ലേ? എവിടെ? എൻ്റെ മോനെ, ഇതൊരു വ്യൂ പോയിന്റ് ആയിരുന്നല്ലേ? സീൻ. എടാ മോനെ, കൊള്ളാം.
പക്ഷെ അത്യാവശ്യം വെള്ളമുണ്ട് ഇവിടെ, നല്ല അത്യാവശ്യം വെള്ളമുണ്ട്. സാധാരണ മൊത്തം നിറഞ്ഞൊഴുകും അല്ലേ? ശരിയാ. ഇപ്പൊ തൽക്കാലം മലക്കപ്പാറ കൊള്ളാല്ലേ. സീൻ എനിക്കൊന്നും കാണത്തില്ല മര്യാദയ്ക്ക്. അടിപൊളി വഴിയാണ്. കുറച്ച് വെട്ടം കുറവുണ്ട്, കാരണം എനിക്ക് മര്യാദയ്ക്കൊന്നും കാണത്തില്ല. മഴയും പെയ്യുന്നുള്ളതുകൊണ്ട് ഹെൽമെറ്റിന് കാര്യമായിട്ടുള്ള വിസിബിലിറ്റി ഒക്കെ കുറച്ച് കുറവാണ്. പക്ഷേ look at that view, man. Man, this is crazy, man. അടിപൊളി വഴി. ഹെൽമെറ്റൊക്കെ അത്യാവശ്യം ഫോഗ് കൊണ്ട് മൂടി. ഇതിൽ മറ്റേ ആൻറ്റി ഫോഗ് ഫിലിമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു കാര്യമില്ല, മര്യാദയൊന്നും കാണത്തില്ല. ഇതൊന്നും നമ്മൾ പയ്യെ പോകുന്നത്. ഗായ്സ് ഇപ്പോൾ കുറച്ച് വെട്ടമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കുറച്ചും കൂടെ കാണാനൊക്കെ പറ്റുന്നുണ്ട്. കുറച്ചൊന്നും നല്ല ഇരുട്ടായിരുന്നു. ക്യാമറയിൽ അങ്ങനെ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല, വീഡിയോ നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. Man, this is amazing, man. It's such a beautiful roads. ഇമാതിരി പെർഫെക്റ്റ് വെതർ കുറേ നാളായിട്ട് നമ്മൾ ക്രേവ് ചെയ്യുന്നൊരു വെതറായിരുന്നു. ഇപ്പോൾ കേരളത്തിലിപ്പോൾ മഴ തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ, അതുകൊണ്ട് ഇപ്പോൾ എല്ലായിടത്തും ഏകദേശം ഈ ഒരു വൈബായിരിക്കും. എന്തായാലും നല്ല രസമുണ്ട്. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ നേരെ കോട്ടയത്തു നിന്നാണ് വന്നത്. സോ നേരെ ആതിരപ്പള്ളി വഴി മലക്കപ്പാറ പോകുന്ന റൂട്ടാണ്. നമ്മൾ വാൽപ്പാറ വരെ പോകാനായിട്ട് ഇപ്പോൾ പ്ലാനില്ല. സോ മലക്കപ്പാറ വരെ പോയിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വരാനുള്ളൊരു പ്ലാനാണ്. കൊള്ളാലോ പാലമൊക്കെ. ചെറിയ വെള്ളച്ചാട്ടം. ഇപ്പം ഇങ്ങോട്ടേക്ക് മറ്റേ ചങ്ങല ഇട്ടിട്ടില്ല, വേണമെങ്കിൽ കയറ്റി വെക്കാം. കൊള്ളാല്ലേ, നമുക്ക് കയറ്റി വെച്ചിട്ട് പോരാ. ആഹാ അടിപൊളി കാലാവസ്ഥ, ഫോട്ടോ എടുക്കാൻ വരുന്നു. So guys, this is Adirapalli, but we are in a small waterfall. ഇല്ല. So guys, ഇതാണ് നമ്മൾ ആതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് കിട്ടിയ ഒരു ചെറിയ വാട്ടർഫോൾസ്. പക്ഷേ ഇവിടെ വണ്ടി കയറ്റി വെക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു സൈഡിൽ ഒരു ഗ്യാപ്പ് കണ്ടപ്പോഴത്തേക്ക് വണ്ടി നമ്മൾ ഇങ്ങോട്ട് ഒന്ന് കയറ്റി വെച്ച് നോക്കിയതാണ്. നോ പാർക്കിംഗ് ഞാൻ തോന്നുന്നു കണ്ടിട്ട്. അടിപൊളി മഴ പെയ്യുന്നുണ്ട്. സോ നമുക്ക് ബാക്കി പോവാം. ഇവിടെ കൊണ്ടുപോക്കാം അല്ലേ? ഒരു ഇല്ലടാ, ഷൂവിൻ്റെ ലേസ് കഴിഞ്ഞു പോയി. ഷൂവിൻ്റെ ലേസ് കഴിഞ്ഞു. ബാപ്പാ ഗൈസ്, ഞാൻ ആ വാട്ടർ പ്രൂഫ് ബൂട്ട് ഇടാമെന്ന് വിചാരിച്ച, പക്ഷെ നടന്നില്ല. ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലാണുള്ളത്. നമ്മളിവിടെ പാസ് എടുത്തിട്ടുണ്ട്. പൈസ ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഒരു ടിക്കറ്റ് തരും. അപ്പോൾ നമ്മൾ മലക്കപ്പാറ വരെ പോകുന്നതിന് പാസ് വേണ്ട, പക്ഷേ വാൽപ്പാറയ്ക്ക് പോകുന്നതിന് ഈ പാസ് വേണം. എന്താടാ എടുക്കാമല്ലേ? വാൽപ്പാറ പോകണമെങ്കിൽ അപ്പോൾ ഈ പാസ് വേണമായിരുന്നല്ലേ? താങ്ക് യു. കൊടുങ്കാട് പുള്ളി പറഞ്ഞത് 55 കയറി കഴിഞ്ഞാൽ 55 കിലോമീറ്റർ പോകണമെന്ന്. ഗൈസ്, നമ്മൾ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്നൊക്കെ ഉള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ഇതുവരെ എവിടെ നിർത്താൻ പറ്റിയില്ല മര്യാദയ്ക്ക് ഒരു ചായക്കടയൊക്കെ. ഇനിയിപ്പം മലക്കപ്പാറ ചെന്നിട്ട് ചായ കുടിക്കാന്നുള്ളൊരു പ്ലാനിലാണ്. എന്തായാലും നമുക്ക് അവിടെ പോവാം. പിന്നെ അവിടെ പോയിട്ടൊരു അപ്പോഴത്തൊരു സാഹചര്യം അനുസരിച്ച് മൂടുണ്ടെങ്കിൽ നമ്മൾ വാൽപ്പാറയ്ക്കൊരു ഈ പാസും കൂടെ എടുത്തിട്ട് പോകാനായിട്ടാണ്. എല്ലാം അപ്പോഴത്തെ ഒരു പ്ലാനല്ലേ, അപ്പോൾ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അയ്യോ അയ്യോ എത്ര സ്ഥലം? കൊള്ളാലോ കൊള്ളാലേ. ഗൈസ്, വഴിയൊക്കെ അടിപൊളിയാണ്, പക്ഷേ
കുറച്ച് അവിടെ ഇവിടെയും ഗട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അഡ്വഞ്ചർ ബൈക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് പോകുന്നു. പക്ഷേ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായനെ. ഒരു കുഴിയൊക്കെ ഇങ്ങനെ ചാടിച്ച് പോകുമ്പോഴൊരു ശീലമുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ വരാൻ പറ്റിയ സമയമാണ് ഇവിടെ. നിങ്ങളിപ്പോൾ വരാൻ പറ്റുവാണെങ്കിൽ പറ്റിയ സമയമായിരിക്കും. നല്ല അടിപൊളി മഴയായിരിക്കും. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴ ഇടയ്ക്ക് നിൽക്കുവാണെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വരാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ കുറച്ചാൾ കഴിയുവാണെങ്കിൽ ഇതിലും മഴ ഉണ്ടാവും. അപ്പോൾ ഇപ്പം നല്ല അടിപൊളി വഴി വരുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന നമ്മൾ പോകുന്നൊക്കെ നല്ല അടിപൊളി വഴിയാണ്. ചായ കുടിക്കണോ, എല്ലാം കഴിക്കണോ? കൊള്ളാം, നല്ല രസമുണ്ടല്ലേ. ഇതിൽ മറ്റേ മഞ്ഞ കളർ പൂവുണ്ടാവുന്നേ. ആ അതെ അതെ അതെ. ഇപ്പോൾ കാര്യമായിട്ട് വിശക്കുന്നില്ല, അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് കഴിക്കാമെന്നുള്ള രീതിയിലാണ്. മഴ മാറുമായിരുന്നെങ്കിൽ നമ്മൾ അത് പറയാനേ ഫോട്ടോയൊക്കെ ഊരിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമായിരുന്നു. നല്ല വളവുകളുണ്ട് കേട്ടോ അവിടെ. മറ്റേ അടിപൊളി വളവുകളാണ് ഇവിടെ മൊത്തം. ഈ ഒരു പേസ് പിടിച്ച് പോകാം. അധികം ആൾക്കാരൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ഭയങ്കര നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ റോഡിൽ. ഒരു ബൈക്ക് എങ്ങാണ്ട് കടന്നു പോയായിരുന്നു കുറച്ച് മുമ്പ്. അതല്ലാണ്ട് നോക്കുവാണെങ്കിൽ വേറെ വണ്ടികളൊന്നും ഞാൻ കണ്ടില്ല. കുറച്ച് വണ്ടികൾ പുറകിലുണ്ടായിരുന്നു, പക്ഷെ അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് കിടന്നു വന്നിട്ടില്ല. അപ്പോൾ ഭയങ്കര ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു ഇപ്പോൾ. ഈ വഴിയിൽ നിറച്ച് ആനപ്പിണ്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ ആനയൊന്നും കണ്ടില്ല. ആനപ്പിണ്ടം ഫ്രഷൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറേ പോത്തുകളൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ ആന മാത്രം ഇതുവരെ വന്നിട്ടില്ല ഭാഗ്യത്തിന്. ഇവിടെ ഒരു പാലം പൊളിഞ്ഞു കിടപ്പുണ്ട്. ഇതാണ് കഴിഞ്ഞ മഴയത്ത് പൊളിഞ്ഞു പോയത്. ഇതുവരെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ലോഡ് ആനപ്പിണ്ടം വീണ് കിടപ്പുണ്ട് ഗൈസ്. ചിലപ്പോൾ ആന ഇപ്പോൾ ഫ്രണ്ടിലുണ്ടാവും, പറയാൻ പറ്റില്ലേ ഗൈസ്. അപ്പോൾ കഴിഞ്ഞ് നമുക്ക് 22 കിലോമീറ്ററും കൂടെയാണ് മലക്കപ്പാറയൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ടാണ് പരിപാടി. നല്ലതായിട്ട് കോടയൊക്കെ വരുന്നുണ്ട്. ആന എപ്പോൾ വേണമെങ്കിലും വരാനുള്ളൊരു അവസ്ഥയിലൊക്കെയാണ് ഇരിക്കുന്നത്. കാരണം ഒരുപാട് ആനപ്പിണ്ടമൊക്കെ വഴിയിൽ കിടക്കുന്നുണ്ടായിരുന്നു, അതും ഫ്രഷ് സാധനങ്ങൾ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് തടി ഒക്കെ കൊണ്ടുപോകുന്ന വണ്ടി, ലോറിയൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് സ്ലോ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കണ്ടില്ലേ, ഈ ടൈപ്പ് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. ആരാ വിസിലടിക്കുന്നടാ? വിസിലടിക്കുന്നാരാ?
അവിടെ നിന്ന് ഒരു വിസിലിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഏതോ പക്ഷിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതൊരു ഹൊറർ മൂഡ് സെറ്റപ്പ്. ഗൈസ്, നമ്മൾ ചെറുതായിട്ടൊന്ന് വണ്ടി നിർത്തി തരുന്നത്. കുറേ നേരമായിട്ട് ഗ്ലൗസ് ഇടാതായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഗ്ലൗസ് ഒന്നും വിചാരിച്ചത് ലെതർ ഗ്ലൗസ് ആയിരുന്നു. ഇപ്പോൾ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ കൈ നല്ലതായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്ലൗസ് ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് ചൂടാക്കാനായിട്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ഞാനിപ്പോൾ ഒരു ടീഷർട്ട് അതിൻ്റെ മുകളിലൊരു ഹുഡീസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊക്കെയാണ് ഈ റെയിൻ കോട്ട് ഇട്ടേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തണുക്കുന്നുണ്ട്. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്. മുകളിലൊക്കെ കോട കയറി കിടപ്പുണ്ട്. മൊത്തത്തിൽ അടിപൊളി വൈബാണ്. അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് പൊന്നിപ്പുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളി വഴിയാണ്. നമ്മളിപ്പോൾ മലക്കപ്പാറയ്ക്കൊരു 10 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ. പെരുമ്പാറ നമ്മളിപ്പോൾ എൻ്റെ മോനെ അടിപൊളി കോടയൊക്കെ കയറി കിടക്കുന്നുണ്ട്. മൊത്തത്തിൽ അടിപൊളി വ്യൂസ്. നോക്കിയേ, താഴെ മുഴുവൻ നമ്മുടെ ഏലത്തോട്ടമാണ്. നമ്മളെത്തി ഗൈസ്, മലക്കപ്പാറ എത്താറായി. യെസ്, കോട കാരണം അയ്യോ നോക്കിക്കേ. ഈ ഗ്ലൗസും കൂടിയിട്ടപ്പോൾ കുറച്ച് ആശ്വാസമായി കേട്ടോ. ഫോറസ്റ്റ് സ്റ്റേഷൻ. ടൗണില്ലേ, ഇത്രയേ ഉള്ളോ? നേരെ പോയി നോക്കാം. വലിയ വളമായിരുന്നല്ലോ. കറക്കെടുക്കും, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇടും. 3 കിലോമീറ്റർ എന്നുള്ളതുണ്ട്. 3 കിലോമീറ്റർ അവിടെ ഇതൊക്കെ അടച്ചിട്ടൊക്കെ ആണല്ലോ. കുറേ കടകളൊക്കെ ഉണ്ട്. കൊള്ളാല്ലേ? കഴിക്കണോ? കഴിക്കാം. അങ്ങോട്ടാ ചാമ്പൻ്റെ വണ്ടി അങ്ങോട്ടിരിക്കും. അവിടെ വെക്കണം. വേറെ കടയുണ്ടോ നോക്കിയേ? കയറി നമുക്ക് അവിടെ പോയി നോക്കാം. മറ്റേ ഗോവൻ ക്ലാസിക്. ഇത് കണ്ടിട്ട് നല്ലതാന്ന് തോന്നുന്നു. ഇവിടെ കയറാല്ലേ? എന്താ കാലാവസ്ഥയല്ലേ നോക്കി. മലക്കപ്പാറ അയ്യോ, അടിപൊളി കാലാവസ്ഥയും കോടയും. ഇതിട്ടുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട്. കയ്യിലേക്ക് മരച്ച് ഇല്ലാണ്ടായേനെ. ഇതുപോലെ അതിൻ്റെ കൈ. മലക്കപ്പാറ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് വാൽപ്പാറ സൈഡിലേക്കായിരുന്നു. ഇവിടെ നമുക്ക് 2 ചെക്ക് പോസ്റ്റാണ് ഉള്ളത്. ഒന്ന് മലക്കപ്പാറ കഴിഞ്ഞിട്ടുള്ളൊരു ചെക്ക് പോസ്റ്റും 2 വാൽപ്പാറയ്ക്കുള്ള എൻട്രിയുടെ അങ്ങോട്ടേക്കുള്ള ചെക്ക് പോസ്റ്റും. നമ്മൾ വാഴച്ചാലിൽ നിന്നെടുത്ത പാസ് ഈ ഒരു മലക്കപ്പാറ കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കേണ്ടതാണ്. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വാൽപ്പാറ സൈഡിലേക്കുള്ള എൻട്രിയിലേക്ക് അവർ കിടത്തി വിടത്തുള്ളൂ നമ്മുടെ വണ്ടികളൊക്കെ. ഇത് ഈ കാണുന്നതാണ് വാൽപ്പാറ സൈഡിലേക്കുള്ള എൻട്രി. നമ്മൾ ഓൺലൈനായിട്ട് നേരത്തെ ഈ പാസ് എടുത്താൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവർ വണ്ടി കിടത്തി വിടത്തുള്ളൂ. ഈ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് തമിഴ്നാട്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലുമാണ്. സോ ഗായ്സ്, ആ കാണുന്ന അവിടം വരെ ഉള്ളൂ നമ്മുടെ മലക്കപ്പാറ റേഞ്ച്. അതിൻ്റെ അപ്പുറത്തേക്ക് വാൽപ്പാറ സൈഡാണ്. ഞങ്ങൾ കുറച്ച് മുമ്പ് അവിടെ പോയായിരുന്നു. അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് വാൽപ്പാറ എൻട്രി. വണ്ടി കടത്തി വിടുന്നതിനൊരു ലിമിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മറ്റേ ഈ പാസ് എടുത്താലേ ഉള്ളൂ ഇവർ വണ്ടി കടത്തി വിടത്തുള്ളൂ. മലക്കപ്പാറ വരെ ഈ പാസിൻ്റെ ആവശ്യമില്ല, നോർമൽ പാസ് എടുത്താൽ മതിയാവും. പക്ഷേ വാൽപ്പാറയിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ ഈ പാസ് നിർബന്ധമാണ്. അപ്പോൾ അതെടുത്താലേ കടത്തി വിടത്തുള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് പിന്നെ എടുക്കാനായിട്ട് ഫോണിന് റേഞ്ചും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ മലക്കപ്പാറ വഴി വന്നിട്ട് ഇതൊക്കെ കണ്ടിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇനി മലക്കപ്പാറ കണ്ടു. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ആതിരപ്പള്ളി വാട്ടർഫാൾസും കൂടെ കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. കയറി പോണോ അങ്ങോട്ടേക്ക്? അങ്ങോട്ട് കയറി പോവാം.
ചുമ്മാ മേള് വരെ വന്നിട്ടേ ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാനായിട്ട് വെറുതെ കയറി വരുന്നതാണ്. ഈ ഒരു തേയിലത്തോട്ടം റേഞ്ചൊക്കെ കാണാം കേട്ടോ. അപ്പോൾ കുറച്ച് മുന്നേ നിന്നത് അവിടെയാണ്. ഇതിൽ നേരെ പോകുമ്പോഴാണ് വാൽപ്പാറയ്ക്ക് പോകുന്ന റോഡ് വരുന്നത്. പിന്നെ ഈ ചെക്ക് പോസ്റ്റിന് തൊട്ട് മേളിലുള്ള ഒരു തേയിലത്തോട്ടം ഞങ്ങൾ കയറി കണ്ടായിരുന്നു. അതിൻ്റെ മേളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ അടിപൊളിയായിരുന്നു. നമുക്ക് ഈ വാൽപ്പാറയ്ക്കുള്ള വഴിയും അതിൻ്റെ സൈഡിലുള്ള തേയിലത്തോട്ടങ്ങളും ഒക്കെ കുറച്ചും കൂടെ മേളിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി വ്യൂ ആയിരുന്നു അത്. അങ്ങനെ മലക്കപ്പാറയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടുന്ന് പയ്യെ തിരിച്ചു വരുന്ന വഴിക്ക് ഒരുപാട് മൃഗങ്ങളെയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ കാര്യമായിട്ട് ഒന്നിനെയും കണ്ടില്ല. വരുന്ന വഴിക്ക് ഒരു മയിലിനെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാനായിട്ട് നിർത്തിയതാണ് ഈ കാണുന്നതൊക്കെ. പക്ഷേ ഇവിടെ വണ്ടി നിർത്തിയ 2000 രൂപ ഫൈൻ അടക്കണമെന്ന് തൊട്ടടുത്ത് നിന്നൊരു ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാനായിട്ട് നമ്മൾ വണ്ടി നിർത്തിയായിരുന്നു. ഞങ്ങൾ പോയതൊരു സൺഡേ ആയതുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്കും നിങ്ങൾ വീഡിയോയിൽ കണ്ടുപോലെ ഭയങ്കര തിരക്ക് കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് രാവിലെ വരിക എന്നാണ്. പക്ഷെ തിരിച്ചു പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കൊക്കെ പ്രതീക്ഷിക്കണം. ഇടയ്ക്കൊരു 10 മിനിറ്റത്തേക്ക് മാത്രമേ മഴ മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവൻ സമയവും കണ്ടിന്യൂസ് മഴയായിരുന്നു. വാഴച്ചാൽ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായിട്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും മഴ ഭയങ്കരമായിട്ടും കൂടിയായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് പതിവ് പോലെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് നമ്മുടെ ചെറിയൊരു ആതിരപ്പള്ളി മലക്കപ്പാറ റൈഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.